മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം? മാനിഫെസ്റ്റേഷൻ ഏത് സമയത്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് സംശയം കാണും. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതൊരു ഗോളായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അത് ആ ഒരു ഗോൾ ഒരു 2-3 കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാതെ ഒറ്റൊരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം നല്ല രീതിക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റണം. അത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് നടന്നു കഴിഞ്ഞു, അത് ലൈഫിൽ ഇപ്പോൾ ഉണ്ട്, അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്, അത് നടത്തി തന്നത് യൂണിവേഴ്സാണ്. അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനിഫെസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യാം. എല്ലാ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യാം. എല്ലാ ദിവസവും 11 ഒരു ഏഞ്ചൽസ് ടൈം ഉണ്ട്. ഏഞ്ചൽസ് ടൈമിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഫുൾ മൂൺ ഡേയ്സിൽ അങ്ങനെ മാനിഫെസ്റ്റേഷൻ പീക്ക് ലെവലായിട്ട് നിൽക്കുന്ന കുറേ ഡേയ്സ് ഉണ്ട്. ആ ഡേയ്സിലെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ പവർ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ലൈക്ക് ഫുൾ മൂൺ ഡേയ്സ് അങ്ങനെ. പിന്നെ ഈ സ്റ്റാർ അലൈൻമെന്റ് വെച്ചിട്ടുള്ള കുറച്ച് ഡേയ്സ് വരുമ്പോൾ അത് ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ ഡേയ്സിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പവർ കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. എന്താണോ ആഗ്രഹം അത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം നല്ല രീതിയിൽ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതൊരു 9 വട്ടം എഴുതുക. ആ എഴുതുന്ന സമയത്തും ജസ്റ്റ് മനസ്സിലോട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആഗ്രഹം നടന്നു കഴിഞ്ഞു, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തി തന്നു എന്ന് തന്നെ മനസ്സിലോട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും ഇത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളൊരു തോട്ട് മനസ്സിലോട്ട് കൊണ്ടുവരികയും ചെയ്യരുത്. അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ നല്ല രീതിക്ക് കുറയും. പിന്നെ ആ മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്നൊരു ചോദ്യം ചിഹ്നമായിട്ട് കിടക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിലോട്ട് കൊണ്ടുവരാതെ ഇരിക്കുക. ലൈക്ക് ഇത് നടക്കുമോ നടക്കത്തില്ല എന്നൊരു തോട്ട് മനസ്സിൽ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവരരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹം അത് 9 വട്ടം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ജസ്റ്റ് 11 ആകുമ്പോൾ ജസ്റ്റ് അതൊന്ന് വായിക്കുക. വായിക്കുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ നെഗറ്റീവ് തോട്ട് ഒന്നും വരാൻ പാടില്ല. ജസ്റ്റ് പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നിട്ട് ലൈഫിൽ ഇത് നടന്നു കഴിഞ്ഞു, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ അതുണ്ട്, ഇത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഹാപ്പിയാണ്. ആ ഒരു തോട്ട് വെച്ചിട്ട് തന്നെ മനസ്സിലോട്ട് നല്ല രീതിക്ക് ഇമാജിൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുക. 11 ആകുമ്പോൾ ജസ്റ്റ് ഈ 9 വട്ടം എഴുതി വായിക്കുക. ഇങ്ങനെ ഒരു 3-4 ദിവസം ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നാളെ എനിക്ക് മെസ്സേജ് അയക്കരുത്, ബ്രോ ഇത് നടന്നില്ല അങ്ങനെ നടന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കരുത്. ജസ്റ്റ് ഒരു 2 ദിവസം കോൺസ്റ്റന്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എഴുതാൻ നേരത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരാളായിട്ട് റിലേഷനിൽ ഇച്ചിരൂടെ സ്നേഹം കൂട്ടാനാണെങ്കിൽ ഇപ്പം എൻ്റെ സ്നേഹം അവൻ്റെ അടുത്ത് മാത്രമേ കിട്ടാവൂ അങ്ങനത്തുള്ള നെഗറ്റീവ് തോട്ട് വെച്ചിട്ട് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ എഴുതാൻ നേരം ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ അടുത്തുള്ള സ്നേഹം ബ്രേക്കപ്പ് മാറ്റാനാണ്, അങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ ഞാനും അവനും തമ്മിലുള്ള സ്നേഹം കൂട്ടി തന്നതിന് യൂണിവേഴ്സിന് വളരെയധികം നന്ദി, അങ്ങനത്തെ ഉള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എഴുതാൻ നിൽക്കുക. എന്ത് എഴുതിയാലും അതിന് ഏറ്റവും അവസാനം യൂണിവേഴ്സിന് വളരെയധികം നന്ദിയെന്നോ യൂണിവേഴ്സിന് താങ്ക്സ് എന്നോ എഴുതുക. ഇങ്ങനെ ഒരു 9 വട്ടം എഴുതിയിട്ട് ജസ്റ്റ് 11 ആകുമ്പോൾ തന്നെ വായിക്കുക. 11 ആകുമ്പോൾ വായിച്ചിട്ട് ജസ്റ്റ് ഈ പേപ്പർ എന്തെങ്കിലും മടക്കി വെച്ചിട്ടോ എവിടെ വെച്ച് ഈ സെയിം പേപ്പർ തന്നെ ഒരു 4-5 ദിവസം വെച്ച് കയ്യിൽ തന്നെ ഓരോ ദിവസം ഓരോ പേപ്പറിൽ എഴുതണമെന്നില്ല. ഈ സെയിം പേപ്പർ തന്നെ വായിച്ചാൽ മതി. ഈ എഴുതുന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതും. ഇപ്പം കരിയർ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാനാണെങ്കിൽ എൻ്റെ കരിയർ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് യൂണിവേഴ്സിന് വളരെയധികം നന്ദി, അങ്ങനത്തെ ഉള്ള രീതിയിൽ എഴുതുക. അല്ലാതെ വേറൊരാളെ താഴ്ത്താൻ വേണ്ടി നമ്മൾ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യരുത്. അങ്ങനത്തെ ഉള്ള തോട്ട് വെച്ചിട്ട് ഇപ്പം അവൻ എൻ്റെ അടുത്ത് മാത്രമേ സ്നേഹം വരാവൂ അങ്ങനത്തെ ഉള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യരുത്. അതൊരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കുറേ ഡേയ്സ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഫുൾ മൂൺ ഡേയ്സ്. ഓരോ ഫുൾ മൂൺ ഡേയ്സിലും കുറേ അധികം ട്രിക്സ് ഉണ്ട് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്കാവാൻ. ആ ഓരോ ട്രിക്കിനും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഓരോ ദിവസത്തെ ട്രിക്കും ഓരോ സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ ഡേയ്സും ഓരോ ദിവസവും എൻ്റെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അഥവാ നിങ്ങൾക്ക് 3-4 ദിവസം 5 ദിവസം ട്രൈ ചെയ്തിട്ട് വർക്കാവുന്നില്ലെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താണോ അതിന് സൊല്യൂഷനായിട്ട് വേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.